വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നീനാസ് വേൾഡ്. ഇന്ന് ഞാനിങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി കയറിയപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു കമൻ്റാണത്. അതായത് നിങ്ങൾ ചെടിയൊക്കെ നട്ടിട്ട് പോവും, പിന്നെ അത് തിരിഞ്ഞ് നോക്കാറൊന്നുമില്ല അങ്ങനെ. അപ്പോൾ എനിക്ക് പെട്ടെന്നത് ഓർമ്മ വന്നു. അങ്ങനെയൊന്നുമല്ല, ഞാൻ തിരിഞ്ഞ് നോക്കാറില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഇതൊക്കെ എൻ്റെ ജീവനാണ്. അതുകൊണ്ട് ഇതിനെ ഞാൻ നന്നായി തന്നെ പരിപാലിക്കുന്നുണ്ട്. കണ്ടില്ലേ എൻ്റെ മിറക്കിൾ ഫ്രൂട്ട്? കണ്ടോ, കാഴ്ചക്ക് ഇങ്ങനെ തൊഴിയാണ്. ഇതിൽ ശരിക്കും പറയും ഇന്നലെ ഒരു 5-6 നിന്നതാണ്. എൻ്റെ മോൻ വന്നെടുത്തു. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, അയ്യോ നീ ഇതെടുത്ത് എന്തിനാണ്, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയായിരുന്നു. ഏതായാലും 2 നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഒരു കുഞ്ഞു മാവിൻ തൈ. ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് പൂത്ത് ഇങ്ങനെ കുഞ്ഞു പൂക്കളും കായൊക്കെ വരുന്നത്. പക്ഷേ എനിക്കിതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം ഇത് പൊഴിഞ്ഞു പോകാനാണ് ചാൻസ്. അത് കുഴപ്പമൊന്നുമില്ല, അവിടെ നിന്നോട്ടെ. പിന്നെ നമ്മുടെ പുളിച്ചിയിൽ കുഞ്ഞു പൂക്കളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഒരെണ്ണം മാത്രമേ വരുള്ളൂ. പുളിച്ചി എന്ന് പറയാം, എന്താണ് ആനപ്പുളിച്ചിക്ക, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. സ്റ്റാർ ഫ്രൂട്ട് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എനിക്കറിയില്ല. ഇവിടെ പുളിച്ചിക്ക എന്നാണ് പറയാറ്, ആനപ്പുളിച്ചിക്ക. ഒരു പ്രാവശ്യം ഇതിൽ 10-18 കാച്ചു. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. കാരണം ഈ കുഞ്ഞ് ചെടിയിൽ അത്രത്തോളം എങ്ങനെ അത് താങ്ങിയെന്ന് തന്നെ എനിക്കറിയില്ല. പിന്നെ വേണ്ട നമ്മുടെ അത്തിപ്പഴം, അതും ഒരെണ്ണമേ കായ്ച്ചിട്ടുള്ളൂ. ഇപ്പോൾ നേരത്തെ ഒരുപാട് അതിലും നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് വേറൊരു അത്തി കിളിർത്ത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൽ നിന്ന് തന്നെ കിളിർത്തതാണ്. ഇത് ഒട്ടാണല്ലോ, ബഡ് ചെയ്തതാണല്ലോ. അപ്പോൾ അങ്ങനെ കിളിർക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് ഞാനതങ്ങ് എടുത്ത് മാറ്റും, ഒന്ന് ഇളക്കിയിട്ട് നോക്കും അതെങ്ങനെയാണ്, അതിൻ്റെ മുകളിൽ നിന്നാണോ താഴെ നിന്നാണോ എന്ന്. അതിനുശേഷം താഴെ നിന്നാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റും. പിന്നെ നമ്മുടെ ആപ്പിൾ ചെറിയിലും പൂക്കളും ഉണ്ട്. കുഞ്ഞു ആപ്പിൾ ചെറി വരുന്നുമുണ്ട്. ഇതൊരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും പഴുക്കും. ആ ചെറിയൊരു പുളിയും മധുരവും കൂടെ ചേർന്നിട്ടൊരു സംഗതി. പിന്നെ ഈ അമ്പഴത്തിൽ ഇപ്പോൾ നിലവിൽ 2 അമ്പഴം മാത്രമേ ഉള്ളൂ. അമ്പഴങ്ങ ഇനി ഇത് പൂവിട്ടാലേ ഉള്ളൂ ബാക്കി. ഇത് 2-3 ദിവസത്തിനുള്ളിൽ അത് വലത് നോക്കി ഒരെണ്ണം അടർത്തി മാറ്റണം. പിന്നെ ഇത് കണ്ടോ നിങ്ങൾ, ഇതെന്താണ്? സീതപ്പഴം. പക്ഷേ ഇവിടെ എന്ത് പറയും, മുന്തിരി എന്നാണ് ഇവിടെ പറയാറ്. അതിൽ 2 ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരെണ്ണം ഉണ്ട് ബാക്കി. നിങ്ങളെ വീഡിയോ കാണിക്കാനായിട്ട് ഒരെണ്ണം ഇപ്പോൾ ഇവിടെ നിലവിലിവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കുഞ്ഞു സന്തോഷമല്ലേ. അപ്പം ഞാൻ പരിപാലിക്കാതിരുന്നാൽ ഇങ്ങനെ കിട്ടും എനിക്ക്. മനസ്സിലായില്ലേ? ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, നന്നായി തന്നെ പരിപാലിക്കുന്നുണ്ടെന്ന്. ഇത് ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ ഇലകൾക്കൊക്കെ ഒരു മഞ്ഞളിപ്പ് വന്നു. അതെന്താണെന്നറിയാമോ? ചാണകം ഇട്ടിട്ട് നമുക്ക് ഇവിടെ കിട്ടാനില്ല. ഞാനതുകൊണ്ട് പച്ചിലയുടെ കമ്പോസ്റ്റാണ് ഇടയ്ക്കിട്ടത്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും തോന്നുന്നു, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. ഇപ്പോൾ ഞാൻ കുറച്ച് ചാണകവും വളവും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും വളം കൂടെ ഇതിന് ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഇലകൾക്ക് ഇങ്ങനൊരു ഇത് വന്നത് ചാണകത്തിൻ്റെ അഭാവമായിരിക്കാം. അടുത്തൊരു വീട്ടിൽ സാധാരണ എപ്പോഴും ഉള്ളതാണ്, പക്ഷെ ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് കിട്ടാനില്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് സപ്പോർട്ടയിലും ചെറിയ ഒരുപാട് കായ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടാണ് കേട്ടോ നമുക്കിവിടെ കായ് ഇങ്ങനെ പിടിച്ച് കിട്ടുന്നത്. ഇതിന് ഒരുപാട് കാലതാമസം ഉണ്ടെന്ന് തോന്നുന്നു. അതായത് വന്ന് ഇത് നല്ല നമുക്ക് ഫ്രൂട്ടായി ആവുന്ന ടൈം കുറേ നാളുകളുടെ ഇതുണ്ട്. കാരണം ഓറഞ്ച് അങ്ങനെയാണ്. ഓറഞ്ച് പെട്ടെന്ന് നമുക്ക് പഴുത്ത് കിട്ടില്ല. കുറേ നാൾ കായ് വന്നാൽ കുറേ നാൾ അങ്ങനെ നിൽക്കും. അതുപോലെയാണെന്ന് തോന്നുന്നു സപ്പോർട്ട. പിന്നെ മാതളം. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, നമ്മുടെ ചെറിയ ഒരു കുഞ്ഞ് ചട്ടിയിലൊക്കെ ഇങ്ങനെ മാതളമൊക്കെ കായ്ച്ച് നിൽക്കണം. അയ്യോ, ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വപ്നം കാണും. അങ്ങനെ ഇമാജിൻ ചെയ്തിങ്ങനെ കാണും. എന്നിട്ടത് നമ്മളെപ്പോഴും ഒരു കാര്യം ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ശരിക്കും സത്യമാണ് കേട്ടോ, അത് നടക്കും. മുൻപൊക്കെ ഞാൻ എപ്പോഴും നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ പോസിറ്റീവ് ചിന്തകൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ അങ്ങനെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട്. അതായത് എൻ്റെ ജീവിതത്തിലും അത്
പ്രാവർത്തികമാകുന്നുണ്ട്. അപ്പോൾ വളം പ്രയോഗിക്കാം നമുക്ക്. ഇത് ഈ വളത്തിൽ കുറേ മിശ്രിതങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചാണകപ്പൊടി, എല്ലുപൊടി, മണ്ണിര കമ്പോസ്റ്റ്, അങ്ങനെ എന്തൊക്കെ ഒരുപാട് സംഗതികൾ മിക്സഡ് ആയിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ചാണകം ഇട്ടിട്ട് ഒത്തിരി നാളായത് കൊണ്ടിട്ട് കിട്ടാനില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ മിക്സഡ് ആയിട്ടുള്ള സംഗതി വാങ്ങിച്ചു. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ വരും. നമ്മൾ ഈ ചാണകം ഇടയ്ക്കിടയ്ക്ക് ഇട്ടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നത്. ഒരുപാട് കൈ തോന്നി. എനിക്ക് ഈ കൈതോന്നി കാണുമ്പോൾ പിഴുത് കളയാനും തോന്നൂല. കാരണം നമ്മൾ ചില സമയത്തൊക്കെ ഇത് അന്വേഷിച്ച് നടക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ എണ്ണയൊന്നും ഇങ്ങനെ കാച്ചാറില്ല, പക്ഷെ പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം കുറേ പിഴുത് മാറ്റി, എന്നിട്ട് എല്ലാത്തിൻ്റെയും ചുവട്ടിലോട്ട് ഞാൻ ഇതിങ്ങനെ കുറച്ചായിട്ട് ഇട്ടൊക്കെ കൊടുത്തു. പിന്നെ ഈ കളകളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെടികൾക്ക് കിട്ടേണ്ട സംഗതികളെല്ലാം ഇതെല്ലാം വലിച്ചെടുക്കൂലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുത്തങ്ങ് മാറ്റണം. പിന്നെ ഇപ്പോൾ നല്ല വെയിലാണല്ലോ, രാവിലെയും വൈകിട്ടും. അതുകൊണ്ട് വളരെ കുറച്ച് അളവിൽ മാത്രം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഭയങ്കര വെയിലായതുകൊണ്ട് നമുക്ക് സാധാരണ ഒരു നേരമൊക്കെ ഒഴിച്ചാൽ മതി ഇതിന്. മറ്റു ചെടികളെക്കാളും ഇതിന് ഞാൻ സാധാരണ ഒരു നേരമാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് 2 നേരം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഒരല്പം താഴെ ഞാൻ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അതായത് പച്ചക്കറി, ക്യാബേജ്, കോളിഫ്ലവർ, തക്കാളി, അങ്ങനെ ചീര, അങ്ങനെയൊക്കെ കുറച്ച് നട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇവിടുത്തെ തക്കാളിക്കും കുറച്ച് കത്തിരിക്കയ്ക്കും ലേശം മാത്രം, ബാക്കിയുള്ള അതൊക്കെ കുഞ്ഞു തൈകളാണ്. അപ്പോൾ അതിന് ചാണകപ്പൊടി അതൊക്കെ നമ്മൾ ഇട്ടാണല്ലോ നട്ടത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വെണ്ടയിലല്ലോ നമ്മുടെ തക്കാളിക്ക്, പിന്നെ ഞാൻ എൻ്റെ ഇല ഇങ്ങനെ കോതി കൊടുക്കാറുണ്ട്. കായ്ച്ച് വരാറാകുന്ന ടൈമിലേ അതിൻ്റെ ഇല ഇങ്ങനെ നമ്മൾ മുറിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈ കായ്ഫലം ഉണ്ടാകും. ഇല്ല എങ്കിൽ ഇലകൾക്ക് കൂടുതലായിട്ട് അത് ഭക്ഷണം വലിച്ചെടുക്കുകയും കായ്ഫലം കുറയും. അതുകൊണ്ട് ഇതുപോലെ മുറിച്ച് അത് കോതി കൊടുക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്യണേ, ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.